ഹലോ, അസ്സലാമു അലൈക്കും. ഇത് കണ്ടിട്ട് തന്നെ ഇഷ്ടമായില്ലേ? എന്താ നല്ലൊരു ജെല്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഹൽവയാണിത്. നല്ല ഒരു സ്വീറ്റാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഈ ഒരു സംഭവം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ടും റാഗിയാണിത്. അടിപൊളിയാണ്. ഇത്രയും നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഹൽവ കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എന്നൊരു വാക്ക് ഇതൊന്നിനൊന്നും അല്ല, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് ഇങ്ങനെ കഴിച്ച് നോക്കുമ്പോഴേ അറിയും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇത് ഇവിടെ കുക്ക് ചെയ്ത് ഇതുപോലെ തണുത്ത് ഇത് കട്ട് ചെയ്ത് വെച്ചത് മാത്രം ഓർമ്മയുണ്ട്. അത്രയ്ക്കും രുചിയായിരുന്നു. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് റാഗിയും, അതായത് കൂരവ്, അതും കഴുകി ഒരു വെള്ളം വാർന്നു പോകാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് കട്ട് ചെയ്ത് അതും ഒരു കഴുകി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ തിളപ്പിച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അടിച്ചെടുത്തത്. നല്ല നേർമയായിട്ട് തന്നെ അടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ റാഗിയിലെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെല്ലാം അടിച്ചതിന് ശേഷം ഒരുമിച്ച് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ റാഗിയുടെ അല്ലെങ്കിൽ അതെങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ റാഗി അങ്ങനെയാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഒരുമിച്ച് അടിച്ചതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുടിക്കാം, പക്ഷെ റാഗി കുറുക്കിയല്ലേ കാച്ചിയല്ലേ കുടിക്കാവൂ. ഒരുപാട് ഇതിൻ്റെ രണ്ടിൻ്റെയും റാഗിയുടെയും ബീട്രൂട്ടിൻ്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ ഇതൊന്ന് നമ്മുടെ ഈ ഒരു റാഗിയുടെയും ബീട്രൂട്ടിൻ്റെയും ഒരു മിക്സിങ്ങിലേക്ക് ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ, 1 ഗ്ലാസ് പാല്, 1 കപ്പ് പാലൊഴിച്ച് അതുകൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലേക്ക് ഞാൻ കാഷ്നട്ടും ബദാമും ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ ഒരു 10-15 മുന്തിരിങ്ങ, അതായത് ഉണക്ക മുന്തിരി ഉണ്ടല്ലോ, കിസ്മിസ്, അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. അതിൻ്റെ പച്ച ആ ഒരു മണമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ രണ്ടെണ്ണം കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഈ നെയ്യിൽ തന്നെ ചേർത്തിട്ടാണ്, ഇതിൽ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സിങ് ഒഴിക്കുന്നത്. ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് വെച്ചതിന് ശേഷം ബീട്രൂട്ടിൻ്റെ മിക്സിങ് ഇതിലേക്ക് ഒഴിക്കാം. ഒരുപാട് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം. ഇത് അത്രയ്ക്കും നമുക്ക് ഈ ബീട്രൂട്ടും റാഗിയുടെയും ആ ഒരു ഗുണങ്ങൾ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അത്രയ്ക്കും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ബീട്രൂട്ടും റാഗിയും. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ആ പാനിലേക്ക് തന്നെ ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മുടെ കോൺഫ്ലവർ പൊടി കലക്കി കൂടെ അതുകൂടെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ഇത് കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ ഇതൊന്ന് അനന്ന് വരുമ്പോഴത്തേക്ക്, ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ അത് കുറുകി തുടങ്ങും. കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സിങ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുറുകി കിട്ടും. പക്ഷേ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ ഒരു 1/4-3/4 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഒന്ന് റെഡിയായി കിട്ടാനായിട്ട്. ഇപ്പം ഏകദേശം അതിൻ്റെ ആ ഒരു നല്ലൊരു ഹാഫ് കുക്കായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര പാനി കാച്ചിയതും
കഴിച്ചിട്ടാണ് കുറുക്കി എടുത്തത്. പക്ഷെ ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ശർക്കര പാനി കാച്ചി ഒഴിച്ച വീഡിയോ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഒന്ന് ബീട്രൂട്ടും റാഗിയും കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വാങ്ങിയിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ആണെന്ന് ഞാൻ പറയണ്ടല്ലോ, അത്ര കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ്. അല്ല നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവമാണ് ശരിക്കും. ഇപ്പോൾ ഏകദേശം നല്ല ഒരു സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്, ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നുള്ളുപ്പ് കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ, ശർക്കര പാനി കാച്ചിയത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ പോയി എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ അതുകൂടി അത് പാനി കാച്ചിയത് നല്ല തിക്കായിട്ട് പാനി കാച്ചിയതാണ്. അതുകൊണ്ട് ഒഴിച്ചപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുള്ളത്. കറക്റ്റ് ഇപ്പോൾ ശരിക്കും ആ ഒരു നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഏത് പാത്രത്തിൽ വേണം വയ്ക്കാം. നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിലും വയ്ക്കാം, ഒഴിച്ച് വയ്ക്കാം. ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് തണുത്ത് കിട്ടണം. അതിനുശേഷം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതെന്നെ നമ്മൾ ആ സ്പൂണിൽ പോലും പറ്റി പിടിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് സെറ്റായി വന്നപ്പോൾ പിന്നെ പറയേ വേണ്ട, അത്രയ്ക്കും നമുക്ക് എപ്പോഴും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. പക്ഷേ അത് ഒരുപാട് മധുരമായതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പാടില്ലല്ലോ. ഇതങ്ങോട്ട് കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അത്രയ്ക്കും ആയിരുന്നു ഇതിന് നല്ല ഡിമാൻഡ്. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്തൊന്ന് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ടേക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചേക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം ഇത് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും മസ്റ്റ് ട്രൈ ആണിത്. ഈ ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഗസ്റ്റുകൾ വന്നാലും നമ്മൾ പുറത്തുനിന്ന് ഹൽവയൊന്നും വാങ്ങില്ല. പെട്ടെന്ന് വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ നമുക്ക് രാവിലെ ചെയ്ത് വയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്കും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. പക്ഷേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.